ഒരുപാട് സന്തോഷം തോന്നുന്നു. പക്ഷേ ഈ ജൂലൈ 4 ഞാൻ മറക്കില്ല. ഞാൻ ഡയറി എഴുതാറില്ല, അങ്ങനെ ഒരു സ്വഭാവമില്ല. എങ്കിലും ഓർമ്മയിൽ എവിടെയെങ്കിലും ഈ ദിവസം കുറിച്ചു വെക്കും. അത്രയധികം സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. നിങ്ങളെനിക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു മെമൻറ്റോ നൽകി, ഒരു പൊന്നാട നൽകി, പിന്നെ മനോഹരമായ ഒരു പാട്ടും, അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നും. പിന്നെ ഈ സ്കൂൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. ഞാനിതിൻ്റെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. 4-5 വർഷമായിട്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേർ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ സഹോദരൻ ദാമോദരൻ മാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. മുമ്പൊക്കെ ഞാൻ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കൂടെ നടക്കാറുണ്ടായിരുന്നത് ഞങ്ങളുടെ മലയാളം പഠിപ്പിച്ച കുഞ്ഞിരാമൻ മാഷായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, എൻ്റെ ഭാര്യ ഇവിടെ പഠിച്ച ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ നോക്കുമ്പോൾ മനസ്സിലൊരു ചിത്രം കാണുകയാണ്. എൻ്റെ ഭാര്യ ഇതുപോലെ ഒരു ഭാഗത്ത് കൂടി നടന്നിട്ട് ഒരു പാവടയൊക്കെ എടുത്ത് അവിടെ പഠിക്കുന്ന കാഴ്ച. പക്ഷെ പാവട ഇപ്പോഴില്ല. കാലം ഒരുപാട് മാറി, പലരും നമ്മൾ ഉപേക്ഷിച്ചു. അങ്ങനെ പാവാടകൾ അപ്രത്യക്ഷമായി. പക്ഷെ അതിന് പകരം നമുക്ക് മറ്റു പലരും കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനിത് പറഞ്ഞത് ഈ സ്കൂൾ അത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. പിന്നെ ഈ സ്കൂൾ വളരെ സജീവമാണ്, സാഹിത്യ രംഗത്ത് വളരെ സജീവമാണ്. അതിനുള്ള തെളിവുകൾക്ക് എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഇതിലേക്കുള്ള നടന്നു പോയാൽ മതി. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? 18 മാസങ്ങൾ ആൽബങ്ങൾ ഒരുക്കി, ചിത്രങ്ങൾ വരച്ചു, കവിതകൾ എഴുതി, കഥകൾ എഴുതി, അങ്ങനെ വളരെ സജീവമാണ് ഇവിടെയുള്ള കുട്ടികൾ. അപ്പം നിങ്ങളെ അനുമോദിക്കുന്നു. പിന്നെ പ്രധാനമായിട്ട് അനുമോദിക്കേണ്ടത് നിങ്ങളുടെ അധ്യാപകമല്ല. കാരണം അവരാണല്ലോ നിങ്ങൾക്ക് വഴികാട്ടുന്നത്. സ്നേഹപ്രഭ ടീച്ചർ വഴിയുണ്ട്. പിന്നെ അതൊരുപാട് പ്രവർത്തിച്ചതാണ്. ഈ രാജ്യത്ത് ഈ ഒരു അക്ഷരസ്നേഹം വളർത്താൻ വേണ്ടി ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് അധ്യാപകർ വേണം. ഇങ്ങനെ കുട്ടികൾക്ക് വളരാൻ കഴിയുള്ളൂ. വഴി കാണിച്ചു കൊടുക്കാനുള്ള അധ്യാപകരുണ്ടാകണം. ഏതായാലും ഇത് വളരെ സജീവമാണ് നിങ്ങളുടെ സ്കൂൾ. പിന്നെ നിങ്ങളുടെ ഇടയിൽ നിന്ന് തീർച്ചയായിട്ടും എഴുത്തുകാർ വളർന്നു വരുന്നതിനകത്ത് സംശയമില്ല. ഞാനതിൽ ഇവിടെ എഴുതിയിട്ട് നിങ്ങളുടെ കവിതകളും കുറിപ്പുകളൊക്കെ വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കി, വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷേ അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി നിങ്ങളുടെ എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ വളർന്നു വരും.